യാത്ര പാങ്കോങ് തടാകക്കരയിൽ എത്തിച്ചേർന്നിരിക്കുന്നു. അങ്ങനെ ലോകത്തിലെ തന്നെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലേക്കിൻ്റെ മുമ്പിൽ ഞാൻ എത്തിയിരിക്കുകയാണ്, പാങ്കോങ് ലേക്കിൽ. ഇനി നമുക്ക് പാങ്കോങ് ലേക്കിൻ്റെ കാഴ്ചകളിലേക്ക് പോകാം. പാങ്കോങ് തടാകത്തിന് പാങ്കോങ് സോ എന്നും പേരുണ്ട്. സമുദ്രനിരപ്പിൽ നിന്ന് 4350 മീറ്റർ ഉയരത്തിലാണ് തടാകം സ്ഥിതി ചെയ്യുന്നത്. ചൈനയ്ക്ക് കീഴിലുള്ള ടിബറ്റിന്റെ ചാങ്താങ് സമതല അതിർത്തിയിലാണ് ഈ തടാകം. ടിബറ്റിലും ഇന്ത്യയിലുമായി ഇത് വ്യാപിച്ചു കിടക്കുന്നു. 134 കിലോമീറ്റർ വ്യാപ്തിയുള്ള ഈ തടാകത്തിന്റെ പകുതിയിലേറെയും ഇന്ത്യയിലാണ്. 7 കിലോമീറ്ററാണ് തടാകത്തിന്റെ വീതി. ഇതിന്റെ അതിർത്തിയെ ചൊല്ലി ഇപ്പോഴും തർക്കങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഒരു ഉപ്പ് തടാകമാണെങ്കിലും ശൈത്യകാലത്ത് ഈ തടാകം പൂർണ്ണമായും മഞ്ഞുപാളികൾക്കടിയിലാകും. വെള്ളം ഒരു വലിയ മഞ്ഞുകട്ടയായി രൂപാന്തരപ്പെടും. ലവണാംശമുള്ള ഇതിലെ ജലത്തിൽ ജീവികൾ വളരെ കുറച്ചേ ഉള്ളൂ. പക്ഷേ അനേക ഇനം ദേശാടന കിളികളും സ്വദേശികളായ പക്ഷികളും ഇവിടെ വസിക്കുന്നു. അന്തർദേശീയ പ്രാധാന്യമുള്ള ചതുപ്പ് പ്രദേശമാണിവിടം. തടാകത്തോട് ചേർന്ന് മണ്ണും ചെളിയും അടിഞ്ഞ് തടാകം പിൻവലിഞ്ഞിട്ടുണ്ടെന്ന് നിരീക്ഷണങ്ങൾ കാണിക്കുന്നു. സുരക്ഷാ കാരണങ്ങളാൽ ഇവിടെ ബോട്ടിംഗ് അനുവദിച്ചിട്ടില്ല. അതുകൊണ്ടാകണം അല്പം പോലും മലിനമാകാത്ത ജലമാണ് ഇവിടുത്തെ. ഈ പ്രദേശത്ത് സാമാന്യം ചൂടുള്ള വേനൽക്കാലവും നല്ല തണുപ്പുള്ള ശൈത്യകാലവും അനുഭവപ്പെടാറുണ്ട്. മെയ് മുതൽ സെപ്റ്റംബർ വരെയുള്ള സമയമാണ് സന്ദർശനത്തിന് അനുയോജ്യം. ഇക്കാലത്ത് കുറഞ്ഞ ചൂട് 5 ഡിഗ്രി സെൽഷ്യസും കൂടിയ ചൂട് 40 ഡിഗ്രി സെൽഷ്യസുമാണ്. ജൂലൈ മുതൽ സെപ്റ്റംബർ വരെ മഴക്കാലമായിരിക്കുമെന്നതിനാൽ മുൻകരുതലുകൾ ആവശ്യമാണ്. ഒക്ടോബർ മുതൽ ഫെബ്രുവരി വരെയാണ് ശൈത്യകാലം. അപ്പോൾ അന്തരീക്ഷ താപനില -14 ഡിഗ്രി സെൽഷ്യസിലേക്ക് താഴുകയും 24 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരുകയും ചെയ്യും. അതിനാൽ ഇക്കാലം സന്ദർശനത്തിന് യോഗ്യമല്ല. പാങ്കോങ് ഒരു തർക്കമേഖലയായതിനാൽ ഇവിടേക്ക് സന്ദർശനം നടത്താൻ സർക്കാരിന്റെ അനുമതി ആവശ്യമാണ്. നിർണായകമായ ഇന്ത്യ ചൈന അതിർത്തിയിൽ സ്ഥിതി ചെയ്യുന്നതിനാലാണ് ഈ അനുമതി തേടേണ്ടി വരുന്നത്. ഇന്ത്യൻ പൗരന്മാർക്ക് വ്യക്തിപരമായി പെർമിറ്റ് ലഭിക്കും. ചെറിയ ഒരു ഫീസ് നൽകി ലേ ടൂറിസ്റ്റ് ഓഫീസിൽ നിന്ന് ഈ പാസ് വാങ്ങാം. ഏത് സമയത്തും സുരക്ഷാ ഭീഷണി നേരിടുന്ന സ്ഥലമായതിനാൽ ഹെലികോപ്റ്ററിൽ വ്യോമസേന റോണ്ട് ചുറ്റുന്നു. തടാകത്തിലൂടെ ആർമിയുടെ ബുള്ളറ്റ് പ്രൂഫ് ബോട്ടുകളും സദാ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. ൽ പുറത്തിറങ്ങിയ 3 ഇഡിയറ്റ്സ്, 2006 പുറത്തിറങ്ങിയ ദ ഫോൾ എന്നീ ചലച്ചിത്രങ്ങളിൽ ഇവിടുത്തെ പ്രകൃതി ഭംഗി ചിത്രീകരിച്ചിട്ടുണ്ട്. ഈ ചിത്രങ്ങളുടെ വിജയം ഇവിടെ ഒരു പ്രമുഖ ടൂറിസ്റ്റ് കേന്ദ്രമാകുന്നതിന് സഹായിക്കുകയും ചെയ്തു. അതുകൊണ്ടാകണം ഇവിടെയുള്ള ചില റെസ്റ്റോറന്റുകൾക്ക് ആ സിനിമയുടെ പേരാണ് നൽകിയിരിക്കുന്നത്. ടിക്സി എന്ന ഗ്രാമമാണ് പാങ്കോങ് തടാകത്തിന് ഏറ്റവും അടുത്തുള്ള ജനവാസ കേന്ദ്രം.
അവിടെയുള്ള ജനങ്ങളാണ് ഇവിടെ റെസ്റ്റോറന്റുകളും മറ്റും നടത്തുന്നത്. 2 യാക്കുകളെയും ഇവിടെ വിനോദത്തിനായി തയ്യാറാക്കി നിർത്തിയിരിക്കുന്നു. 150 രൂപ നൽകിയാൽ യാക്കിനു മുകളിൽ യാത്രയാകാം. നമ്മൾ വേറൊരു മലയാളിയെ കൂടി ഇവിടെ വെച്ച് പരിചയപ്പെട്ടിരിക്കുകയാണ്. ഇദ്ദേഹം ഡെന്നീസ് ആൻഡ് ജോസഫ്. ബാംഗ്ലൂർ സെറ്റിലാണ്, പക്ഷെ മലയാളിയാണ്, കണ്ണൂർ സ്വദേശിയാണ്. എത്ര ദിവസത്തെ ട്രിപ്പിനാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്? ഇവിടെ ഒരു 8 ദിവസമുണ്ട്. 8 ദിവസമുണ്ട് ഇവിടെ മൊത്തം ലേ മൊത്തമായിട്ട്. നമ്മൾ ലേ വന്നിറങ്ങി തിരിച്ച് ലേ നിന്ന് തന്നെയാണ് പോകാൻ പരിപാടി. ഞാൻ വന്നിട്ട് ഇവിടെ ഒരു 8 ദിവസമായി എല്ലാം കൂടെ. പക്ഷേ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് ടൂർ നടത്തുന്ന ഔട്ട്സൈഡ് ഇന്ത്യയാണ്. പക്ഷെ ഇത്രയും ബ്യൂട്ടിഫുൾ ആയൊരു സ്ഥലം സമ്മതിക്കണം കേട്ടോ. പാങ്കോങ് ലേക്ക് ലേ എന്നൊരു 8 മണിക്കൂറെങ്കിലും യാത്ര ചെയ്തിട്ടാണ് വന്നേക്കുന്നത്. ഇത്രയും ബ്യൂട്ടിഫുൾ ആയൊരു സ്ഥലം വളരെ റെയറായിട്ട് ഞാൻ ഔട്ട്സൈഡ് ഇന്ത്യ കണ്ടിരിക്കുന്നത്. താങ്കൾ തോമസ് കുക്ക് പോലെയുള്ള ഒരു ഇന്റർനാഷണൽ ടൂർ കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിലെ ഈ ഒരു പല വിദേശ രാജ്യങ്ങളും കണ്ട സ്ഥിതിക്ക് ഇന്ത്യയിലെ ഒരു ഇതുപോലുള്ള സ്ഥലങ്ങളെ കുറിച്ച് എന്താണ് മറ്റുള്ളവർ പറയാനുള്ളത്, നമ്മുടെ ഇന്ത്യക്കാരോട് പറയാനുള്ളത്? എനിക്കൊരു സജഷനേ ഉള്ളൂ. നമ്മൾ ഇത്രയും ഔട്ട് ബൗണ്ട് ഇന്റർനാഷണൽ ടൂറൊക്കെ ചെയ്യുമ്പം ഇന്ത്യയിൽ ഇത്രയും ബ്യൂട്ടിഫുൾ ആയൊരു സ്ഥലം ഉള്ള സ്ഥിതിക്ക് മൈ സജഷൻ, പേഴ്സണൽ സജഷൻ, ആൾക്കാർ ഇതൊക്കെയാണ് വന്ന് ആദ്യം കാണണ്ടേ ബിഫോർ ഗോയിങ് ഔട്ട്സൈഡ് ഇന്ത്യ. ഇത് കണ്ട് ആസ്വദിച്ച് അത് കഴിഞ്ഞിട്ട് എൻജോയ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇന്ത്യയുടെ വെളിയിൽ പോകാൻ പാടുള്ളൂ. ഏതൊരു വിദേശ രാജ്യത്തെയും കടത്തിവെട്ടുന്ന സൗന്ദര്യമുള്ള പ്രദേശങ്ങൾ ഇന്ത്യയിലുണ്ടെന്ന് ഇവിടങ്ങളിൽ എത്തുന്നവർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. യാത്രാശീലമുള്ള മലയാളികൾ ഇവിടേക്കൊക്കെ എത്തിത്തുടങ്ങിയിരിക്കുന്നു എന്ന കാര്യവും ഏറെ സന്തോഷം നൽകുന്നു.